ഛത്തീസ്ഗഡിൽ മത തീവ്രവാദികൾ അഴിഞ്ഞാടി. കത്തോലിക്ക ദേവാലയത്തിന് നേരെ നടന്നത് സമാനതകളില്ലാത്ത ആക്രമണം. അന്യമതസ്ഥന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഹനിക്കുന്ന ഭീകര പ്രവണതകളുമായി മത തീവ്രവാദികൾ വീണ്ടും ഇന്ത്യയിൽ തലപൊക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ഇത്തരക്കാർ കത്തോലിക്ക ദേവാലയം അടിച്ചു തകർത്ത സംഭവത്തിനെതിരെ ഇന്ത്യയൊട്ടുക്കും വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള നാരായൺപൂർ ബംഗ്ലാപാറയിൽ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് നേരെയാണ് ആയുധധാരികളായ നൂറുകണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായത്. നോർത്ത് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിരന്തരമായ ന്യൂനപക്ഷ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്ന തീവ്ര ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സർവ ആദിവാസി സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ ശക്തമായ ഗൂഢാലോചനകൾ ഉണ്ടെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാരായൺപൂരിലും സമീപ പ്രദേശങ്ങളിലും ഇവർ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ടാണ് നാരായൺപൂർ ദേവാലയത്തിൽ നടന്ന ആക്രമണമെന്ന് വ്യക്തമായിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ ജഗദൽപൂർ രൂപതയുടെ പ്രധാന ദേവാലയങ്ങളിലൊന്നാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് പണിത നാരായൺപൂരിലെ സേക്രഡ് ഹാർട്ട് പള്ളി. അവിടെ നടന്ന ക്രൂരമായ ആക്രമണങ്ങൾ കൂടാതെ അടുത്തുള്ള SABS കോൺവെന്റിന് നേരെയും ആക്രമണമുണ്ടായി. അക്രമത്തിൽ പരിക്കേറ്റ കോൺവെന്റിലെ സന്യാസിനിമാരെ മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അക്രമം നടക്കുമ്പോൾ സമീപത്തെ വിശ്വദീപ്തി സ്കൂളിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പോലീസ് സമയോചിതമായി ഇടപെട്ടാണ് ഇവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അക്രമികൾ മർദ്ദനം അഴിച്ചുവിട്ടു. നാരായൺപൂർ ടൗണിലെ മാർക്കറ്റിന്റെ പരിസരത്ത് നിന്ന് കുറുവടികളും കല്ലുകളുമായി പ്രകടനമായി എത്തിയാണ് ഈ ഭീകര സംഘം അക്രമം അഴിച്ചുവിട്ടത്. പള്ളിയുടെ അടച്ചിട്ടിരുന്ന ഗേറ്റ് തകർത്താണ് അക്രമികൾ ആദ്യം പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപവും മറ്റു തിരുസ്വരൂപങ്ങളും ദേവാലയത്തിലെ വിവിധ വസ്തുക്കളും സമീപത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയും മാതാവിൻ്റെ തിരുസ്വരൂപവും എല്ലാം അക്രമികൾ തകർത്തു. റായ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വിക്ടർ ഹെൻറി ടാക്കൂർ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ നേരിൽ കണ്ട് സംഭവത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആക്രമണം നടത്തിയവർക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. എങ്കിലും ഇവിടെ നിന്ന് നിരവധി ക്രൈസ്തവർ അക്രമം ഭയന്ന് പലായനം ചെയ്യുകയാണ്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ കത്തോലിക്ക ദേവാലയം തകർത്ത സംഭവത്തെ ബിജ്നോർ രൂപതയിൽ നടന്ന ചില ആക്രമണ സംഭവവുമായി ബന്ധപ്പെടുത്തി ഛത്തീസ്ഗഡിലെ ആക്രമണങ്ങൾക്ക് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ സോഷ്യൽ മീഡിയ വഴി പലരും ശ്രമിക്കുന്നുണ്ട്. ഇത്തരം നീക്കങ്ങളെക്കുറിച്ചും വിശ്വാസ സമൂഹം ഈ നാളുകളിൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ആക്രമണ സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അതിനു വലിയ പ്രചാരം നൽകി മുതലെടുപ്പ് നടത്താൻ ഇസ്ലാമിസ്റ്റുകളും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്നുപോലും കൽപ്പന പുറപ്പെടുവിച്ച ഇസ്ലാമിസ്റ്റുകൾ ഈ വിഷയത്തിൽ കാണിക്കുന്ന അമിത താൽപ്പര്യം 2 സമുദായങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന നല്ല ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ തന്നെ ലക്ഷ്യം വെച്ചുള്ളതാണ്. 2016 ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിലെ ക്രിസ്ത്യൻ ആരാധന ആലയം മത തീവ്രവാദികൾ ആക്രമിക്കുകയും ബൈബിൾ കത്തിക്കുകയും നിരവധി പേരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർക്കെല്ലാം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അവർ വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുമ്പോൾ തീവ്ര മത സംഘടനകളുടെ ലേബലിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കണം. എല്ലാ മതസമൂഹങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഭാരതത്തിൻ്റെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ തണലിലാണ്. ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി തങ്ങളുടെ ഹീനമായ അജണ്ട നടപ്പിലാക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു.